ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഓർമ്മയില്ലേ? ഹന്നയും ഗാരറ്റും തമ്മിൽ ഒരു ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഹന്ന അവന് ട്യൂഷൻ കൊടുക്കും, പകരം ഗാരറ്റ് അവളുടെ ഫേക്ക് ബോയ് ഫ്രണ്ടായി അഭിനയിക്കും. ജസ്റ്റിനെ ഒന്ന് അസൂയപ്പെടുത്തണം, അത്രേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം. യാതൊരുവിധ ഫീലിങ്സും ഇതിൽ പാടില്ല എന്ന കർശനമായ റൂളോടെയാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ്, ദ പ്രാക്ടീസ് എന്ന പേരുള്ള എപ്പിസോഡ് തുടങ്ങുന്നത്. ഫേക്ക് റിലേഷൻഷിപ്പിൻ്റെ റൂളുകൾ. കഥ തുടങ്ങുന്നത് ഹന്ന ജോലി ചെയ്യുന്ന മലോൺസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ട്യൂഷൻ സമയം ഫിക്സ് ചെയ്യാൻ വേണ്ടി ഗാരറ്റ് അവിടെ വന്നിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ട്യൂഷൻ വയ്ക്കാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോഴാണ് ഗാരറ്റ് റൂളുകളെ പറ്റി സംസാരിക്കുന്നത്. ജസ്റ്റിനെ വിശ്വസിപ്പിക്കണമെങ്കിൽ നമ്മൾ റിയൽ കപ്പിളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അതിന് കൈ പിടിക്കണം, ഹഗ് ചെയ്യണം, കവിളിൽ കിസ് ചെയ്യണം അവൻ പറയുന്നു. ഇത് കേട്ട് ഹന്ന നോ പറയുന്നുണ്ടെങ്കിലും ജസ്റ്റിനെ കാണാൻ വേണ്ടി ഗാരറ്റ് പെട്ടെന്ന് അവളുടെ കവിളിൽ കിസ് ചെയ്ത് ഒരു സെൽഫി എടുക്കുകയാണ്. ഗാരറ്റിന് വേറൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. ക്യാമ്പസിലെ ഏറ്റവും വലിയ ഗോസിപ്പ് ബ്ലോഗായ ദ ഫിഫ്ത്ത് ലൈൻ നടത്തുന്നത് അവൻ്റെ ഫ്രണ്ട് ലോഗനസിൻ്റെ സിസ്റ്ററായ ജൂൾസ് ആണ്. ജൂൾസ് ഒരിക്കലും ഫേക്ക് വാർത്തകൾ കൊടുക്കില്ല. അതുകൊണ്ട് ജൂൾസിൻ്റെ ബ്ലോഗിൽ ഇവരുടെ റിലേഷൻഷിപ്പ് വാർത്ത വന്നാൽ ക്യാമ്പസ് മുഴുവൻ അത് വിശ്വസിക്കും. അതിനുവേണ്ടി ജൂൾസിൻ്റെ മുന്നിൽ അവർക്ക് നല്ലൊരു ഒന്നാന്തരം പെർഫോമൻസ് തന്നെ നടത്തണമായിരുന്നു. അന്ന് രാത്രി ഗാരറ്റിൻ്റെ ഫ്ലാറ്റിൽ ട്യൂഷന് വേണ്ടി ഹന്ന എത്തുന്നു. വാതിൽ തുറക്കുന്നത് ജൂൾസാണ്. കൃത്യം ആ സമയത്ത് തന്നെ ജൂൾസിനെ കാണിക്കാൻ വേണ്ടി ഷർട്ടിടാതെ കോണിപ്പടികൾ ഇറങ്ങി വരികയാണ് ഗാരറ്റ്. ഇത് കണ്ട് ഹന്ന ആകെ ചമ്മിപ്പോയെങ്കിലും പുറത്ത് കാണിച്ചില്ല. അവളുടെ ഈ നാണിക്കുന്ന സ്വഭാവം കണ്ട് ഇത് റിയൽ കപ്പിൾസ് തന്നെയാണെന്ന് ജൂൾസിന് തോന്നി തുടങ്ങുന്നു. അങ്ങനെ അവർ ഗാരറ്റിൻ്റെ റൂമിൽ പോയി ഫിലോസഫി പഠിക്കാൻ തുടങ്ങുകയാണ്. പഠിക്കാൻ അവർ ഒട്ടും മോശമല്ല, കാര്യങ്ങളൊക്കെ അവന് നന്നായി മനസ്സിലാകുന്നുണ്ട്. അതിനിടയിൽ അവനെ ശല്യം ചെയ്തുകൊണ്ട് ഫോണിൽ വരുന്ന പെൺകുട്ടികളുടെ മെസ്സേജുകൾക്ക് അവൻ്റെ കാമുകി എന്ന നിലയിൽ ഹന്ന തന്നെ കിടിലൻ മറുപടിയും കൊടുക്കുന്നുണ്ട്. പ്രശ്നങ്ങളും പ്ലാനുകളും ഇതൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് ഹന്നയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആലിയുടെ ലൈഫിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാമുകനായ സീനൊപ്പമുള്ള 2 വർഷത്തെ റിലേഷൻഷിപ്പ് വല്ലാതെ ബോറിംഗ് ആയി പോകുന്നതായി അവൾക്ക് തോന്നുന്നു. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനോ ഡാൻസ് ചെയ്യാനോ ഒന്നും അവന് താല്പര്യമില്ല. അതേസമയം ഹന്നയുടെ മ്യൂസിക് ക്ലാസ്സിൽ അവൾക്ക് ചെറിയൊരു കിട്ടുകയാണ്. അവൾ പാടിയ പാട്ടിൽ എവിടെയോ ഒരു ഭയം ഒളിച്ചിരിക്കുന്നുണ്ടെന്നും അതൊരു ഫീൽ തരുന്നില്ലെന്നും ക്ലാസ്സിലെല്ലാവരും പറയുന്നു. പഴയ ആ ട്രോമ കാരണം തനിക്ക് ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അടുത്ത ഫിലോസഫി ക്ലാസ്സിൽ വെച്ച് ജസ്റ്റിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഗാരറ്റ് ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. ഇരുവരും വളരെ ക്ലോസ് ആയി ഇരിക്കുന്ന സമയത്ത് മനഃപൂർവ്വം ഗാരറ്റ് തൻ്റെ കയ്യിലിരുന്ന വലിയ വാട്ടർ ബോട്ടിൽ താഴെയിടുന്നു. വലിയ ശബ്ദം കേട്ട് ക്ലാസ്സിലുള്ള എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു, കൂട്ടത്തിൽ ജസ്റ്റിനും. അങ്ങനെ ആദ്യമായി ജസ്റ്റിൻ അവരെ ഒരുമിച്ച് കാണുകയാണ്. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഫ്രണ്ട്സായ ഡീനും ബിയോവും വലിയൊരു കാര്യം അനൗൺസ് ചെയ്യുന്നത്. ഈ വീക്കെൻഡിൽ കേപ്പ് കോഡിലെ വീട്ടിൽ വച്ച് ഒരു വലിയ പാർട്ടിയുണ്ട്. എല്ലാവരും കപ്പിൾ കോസ്റ്റ്യൂം ധരിച്ചു വേണം വരാൻ. ജസ്റ്റിൻ അവിടേക്ക് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തങ്ങളുടെ ഫേക്ക് റിലേഷൻഷിപ്പ് ക്യാമ്പസിൽ ഹാർഡ് ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിതെന്ന് ഗാരറ്റ് പറയുന്നു. പക്ഷേ അവർക്ക് അവിടെ ഒരു റൂം ഷെയർ ചെയ്യേണ്ടി വരും. പാർട്ടിക്ക് ജസ്റ്റിനെ ഫ്ലാറ്റാക്കാൻ പറ്റിയ ഏറ്റവും ഹോട്ടായ കോസ്റ്റ്യൂം ഹന്നയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ആലിയാണ്. ഇതിനിടയിൽ ഹോക്കി അരീനയിൽ വച്ച് കോച്ച് മുഖേന ഹന്ന വലിയൊരു സത്യം മനസ്സിലാക്കുന്നുണ്ട്. വലിയൊരു ഹോക്കി താരമായിരുന്ന തൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു സഹായവും ഗാരറ്റ് ആഗ്രഹിക്കുന്നില്ല. അവൻ സ്വന്തമായി കഷ്ടപ്പെട്ട് ഒരു പേരുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കേട്ടതോടെ ഗാരറ്റിനോടുള്ള അവളുടെ കാഴ്ചപ്പാട് തന്നെ മാറുന്നു. തുടർന്ന് ട്യൂഷനു വേണ്ടി ഹന്ന അവനെ അന്വേഷിച്ച് ജിം റൂമിലെത്തുന്നു. അവിടെ വച്ച് നീ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ നാണിക്കുന്നുണ്ടല്ലോ എന്ന് ഗാരറ്റ് അവളെ കളിയാക്കുന്നു. താൻ നാണിക്കാറില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അവൾ അവനെ കടന്നു പിടിച്ചങ്ങ് കിസ് ചെയ്യുകയാണ്. വളരെ പാഷനേറ്റായ ഒരു കിസ്. പെട്ടെന്ന് അവിടേക്ക് ലോഗൻ കയറി വരുന്നു. താൻ ഒരു ഫീലിങ്സും ഇല്ലാതെയാണ് കിസ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി ഹന്ന പോയി ലോഗനെയും കിസ് ചെയ്തിട്ട് അവിടെ നിന്ന് മാസായി ഇറങ്ങിപ്പോകുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ഗാരറ്റിനുള്ളിൽ ചെറിയൊരു അസൂയൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. പിന്നീട് നടക്കുന്ന ഹോക്കി മാച്ചിൽ ജൂൾസിൻ്റെ ലൈവ് സ്ട്രീമിൽ വന്ന് തങ്ങൾ ഡേറ്റിങ്ങിലാണെന്നും ഹന്ന ഉറപ്പിച്ച് പറയുന്നു. ആ മാച്ചിൽ ഗാരറ്റ് കിടിലിനൊരു ഗോളടിച്ച് ടീമിനെ ജയിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കേപ്പ് കോഡിലെ പാർട്ടിക്ക് എത്തുകയാണ്. ഹന്ന ഒരു കിടിലൻ പിങ്ക് ബണ്ണി കോസ്റ്റ്യൂമിലാണ് വന്നിരിക്കുന്നത്. അവളെ കണ്ട് ഗാരറ്റ് തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട്. പക്ഷെ അവൻ ഫ്രണ്ട്സിനൊപ്പം പോയ സമയത്ത്
ഹന്ന അവിടെ വെച്ച് ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നു. ഹൈസ്കൂളിൽ വെച്ച് തൻ്റെ ഡ്രിങ്കിൽ ആരോ ഡ്രഗ്സ് കലർത്തിയത് ഓർമ്മകൾ വന്ന് അവൾക്ക് പാനിക് അറ്റാക്ക് വരികയാണ്. ഇത് ശ്രദ്ധിച്ച ജൂൾസ് അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. എല്ലാവരും കാണുന്ന ഗ്ലാമർ താരമായ ഗാരറ്റിനെ അല്ല, അതിനുള്ളിൽ ഹാർഡ് വർക്കിംഗ് ആയ ഒരു യഥാർത്ഥ വ്യക്തിയാണ് താൻ കാണുന്നതെന്ന് അവൾ ജൂൾസിനോട് പറയുന്നു. ഇത് കേട്ടതോടെ ഇവർ റിയൽ കപ്പിൾസ് തന്നെയാണെന്ന് ജൂൾസിന് പൂർണ്ണമായും ബോധ്യമാകുന്നു. ഈ പാർട്ടിയിൽ വെച്ച് നമ്മുടെ ആലിയെ ഡാൻസ് ചെയ്യാൻ സീൻ സമ്മതിക്കുന്നില്ല. നിരാശയോടെ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുന്ന അവളുടെ അടുത്തേട്ട് ഗാരറ്റിന്റെ ഫ്രണ്ടായ ഡീൻ വരുന്നു. അവർ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു. അവർക്കിടയിൽ വലിയൊരു കെമിസ്ട്രി വർക്കൗട്ട് ആകുന്നുണ്ട്. അതേസമയം ഓപ്പണായ കപ്പിൽ നിന്ന് ഡ്രിങ്ക്സ് കുടിക്കാൻ ഹന്നയ്ക്ക് പേടിയാണെന്ന് ലോഗൻ ഗാരറ്റിനെ അറിയിക്കുന്നു. ഉടനെ തന്നെ പൊട്ടിക്കാത്ത ഒരു ക്യാൻ ഡ്രിങ്ക് കൊണ്ടുപോയി ഗാരറ്റ് അവൾക്ക് കൊടുക്കുകയാണ്. സന്തോഷം കൊണ്ട് അവൾ അവൻ്റെ കവിളിൽ ഒരു കിസ് ചെയ്യുന്നു. ഇത് ജൂൾസ് കാണുകയും ചെയ്യുന്നു. ജസ്റ്റിൻ പാർട്ടിയിലേക്ക് എത്തിയെന്ന് കണ്ടതും ഗാരറ്റ് അവളെ കൂട്ടി ജസ്റ്റിൻ കാണുന്ന രീതിയിൽ മുകളിലെ ബെഡ്റൂമിലോട്ട് പോവുകയാണ്. അകത്ത് കയറി വാതിലടച്ച് അവർക്ക് കിടക്കാൻ ഒരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം രണ്ടുപേരും തറയിൽ കിടക്കാൻ തീരുമാനിക്കുന്നു. ആ രാത്രിയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഹോക്കിയുടെ പേരിൽ തൻ്റെ അച്ഛൻ തനിക്ക് തന്ന പ്രഷറുകളെക്കുറിച്ചും ഉപദ്രവങ്ങളെക്കുറിച്ചും അവൻ പറയുന്നു. തിരിച്ച് ഹന്ന ആദ്യ എപ്പിസോഡിൽ പാടിയ പാട്ട് താൻ റെക്കോർഡ് ചെയ്തിരുന്നെന്നും തനിക്ക് സങ്കടം വരുമ്പോൾ അത് കേൾക്കാറുണ്ടെന്നും അവൾ പറയുന്നു. ആ പാട്ട് അവനൊരു പോസിറ്റീവ് എനർജി കൊടുത്തിരുന്നു. ഇത് കേട്ട് ഹന്ന ശരിക്കും ഇമോഷണൽ ആകുന്നുണ്ട്. കൃത്യം ആ സമയത്ത് ജൂൾസ് അവരുടെ ഫോട്ടോ ദ ഫിഫ്ത്ത് ലൈൻ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നു. ക്യാമ്പസിലെ പുതിയ പവർ കപ്പിൾസ് ഇവരാണെന്ന് ആ പോസ്റ്റിലൂടെ ജൂൾസ് ഉറപ്പിക്കുന്നു. അവരുടെ പ്ലാൻ സക്സസ് ആയിരിക്കുകയാണ്. പിന്നീട് അവർ ബെഡിലിരുന്ന് പാട്ടുകൾ കേൾക്കുന്നു. ഹന്നയുടെ പാട്ട് പൂർത്തിയാക്കാൻ വേണ്ടി ജസ്റ്റിൻ്റെ ഹെൽപ്പ് ചോദിക്കാൻ ഗാരറ്റ് തന്നെ അവൾക്ക് ഐഡിയ കൊടുക്കുന്നു. ആ രാത്രി അവർ അറിയാതെ തന്നെ പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരേ ബെഡിൽ ഉറങ്ങിപ്പോകുന്നു. പാതിരാത്രിയിൽ ഉണരുന്ന ഗാരറ്റ് തനിക്ക് അവളോട് ശരിക്കും പ്രണയം തോന്നി തുടങ്ങുന്നുണ്ടെന്ന് തിരിച്ചറിയുകയും വേഗം താഴെ തറയിലോട്ട് മാറിക്കിടക്കുകയും ചെയ്യുന്നു. കാരണം പ്രണയം അവരുടെ ഡീലില്ലാത്ത കാര്യമാണല്ലോ. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും തിരികെ ക്യാമ്പസിലോട്ട് പോകാൻ ബസ്സിൽ കയറുകയാണ്. ഹോക്കി ടീമിന് വേറെ ബസ്സാണ്. ഹന്ന ഒറ്റയ്ക്ക് വിൻഡോ സീറ്റിലിരിക്കുമ്പോൾ അവിടേക്ക് സാക്ഷാൽ ജസ്റ്റിൻ വരുന്നു. അവൾക്കൊപ്പം ഇരുന്നു കൊണ്ട് അവളുടെ പാട്ടിന് താൻ ഹെൽപ്പ് ചെയ്യാമെന്നും അവർക്ക് ഒരുമിച്ച് കൊളാബ് ചെയ്യാമെന്നും അവൻ പറയുന്നു. ഹന്നയ്ക്ക് അത് വലിയ സന്തോഷമാകുന്നു. പക്ഷെ ഇതൊക്കെ മറുവശത്തെ ബസ്സിലിരുന്ന് ഗാരറ്റ് കാണുന്നുണ്ടായിരുന്നു. അവന് വല്ലാത്ത അസൂയയും സങ്കടവും വരുന്നുണ്ട്. താൻ തന്നെ ഉണ്ടാക്കിയ പ്ലാൻ തനിക്ക് തന്നെ വിനയായോ എന്നവൻ ചിന്തിക്കുന്നു. ഇവിടെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ എന്തും സംഭവിക്കാം. ജസ്റ്റിനും ഹന്നയും തമ്മിൽ അടുക്കുമോ? ഗാരറ്റിൻ്റെ ജലസി അവനെ എവിടെ കൊണ്ടുപോയി എത്തിക്കും? കാര്യങ്ങൾ വല്ലാതെ കോംപ്ലക്സ് ആവാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.